എല്ലാവർക്കും സ്വാഗതം. റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ അവസാനത്തെ സെക്ഷനായ ബൈനറി ഓപ്പറേഷൻസ്, അതിലെ കുറച്ച് പ്രോബ്ലംസാണ് ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. ബൈനറി ഓപ്പറേഷൻസ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് പ്രോപ്പർട്ടീസായ കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഐഡൻറ്റിറ്റി എന്നിവയാണ് ചെക്ക് ചെയ്യുന്നത്. അതിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൈനറി ഓപ്പറേഷൻസ് ആർ കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ്? അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി. എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ എ സ്റ്റാർ ബി കമ്മ്യൂട്ടേറ്റീവ് ആവണമെങ്കിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം. ഇപ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു ബി മൈനസ് എ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരിക്കലും ഈക്വൽ അല്ല. എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ ആണെന്ന് നമുക്കറിയാം. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ എടുത്തിട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സാണ് പറയുന്നത്. ഓൺ ക്യൂ ആണ് ഇവിടെ സെറ്റ് എന്ന് പറയുന്നത്. ആർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ക്യൂ. ഇപ്പോൾ ക്യൂവിലെ 2 എലമെൻറ്റ് എടുക്കുക. ക്യൂവിലെ 2 എലമെൻറ്റ് 1/2 1/3 എടുക്കും, റാഷണൽ നമ്പേഴ്സ്. ഇപ്പോൾ 1/2 മൈനസ് 1/3 ദാറ്റ് ഈസ് 3 മൈനസ് 2/6. 6 ആണ് ഇവിടെ വേണ്ടത്. 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 1/6. ഇവിടെ 2 ഇൻറ്റു 3 വേണം. ഇപ്പോൾ 1/6 എന്ന് കിട്ടും. ഇനി തിരിച്ച് 1/3 സ്റ്റാർ 1/2 ദാറ്റ് ഈസ് 1/3 മൈനസ് 1/2 ദാറ്റ് ഈസ് 2 മൈനസ് 3/6 ദാറ്റ് ഈസ് മൈനസ് 1/6. ഇവിടെ 2 ആണ് വേണ്ടത്. ഇവിടെ 2 ആണ് വേണ്ടത്. 1/3 മൈനസ് 1/2 ആണ് ഇവിടെ. ഇപ്പോൾ 2 മൈനസ് 3/6 ദാറ്റ് ഈസ് മൈനസ് 1/6. ഫസ്റ്റ് 1/6 എന്ന് കിട്ടി. ദാറ്റ് ഈസ് എ സ്റ്റാർ ബി. ബി സ്റ്റാർ എ എന്ന് പറയുന്നത് മൈനസ് 1/6 ആണ് കിട്ടിയത്. ഇപ്പോൾ രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ. Therefore the operation is not commutative. Generally a star a minus b is not equal to b minus a. ജനറലി എല്ലാ കേസിലും അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതായത് ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആവില്ല. ഇനി അതിൻ്റെ അസോസിയേറ്റീവ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 3 എലിമെൻ്റ് എടുക്കുക. 1/2 1/3 1/4 എടുക്കുക. ഇപ്പോൾ അസോസിയേറ്റീവ് ആവണമെങ്കിൽ എ സ്റ്റാർ ബി ബ്രാക്കറ്റ് സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബ്രാക്കറ്റ് ബി സ്റ്റാർ സി ആയിരിക്കണം. ഇതാണ് അസോസിയേറ്റീവിൻ്റെ ഡെഫിനിഷൻ. ഇപ്പോൾ 1/3 സ്റ്റാർ 1/2 സ്റ്റാർ 1/4 that is 1/2 minus 1/3 star 1/4. 1/2 minus 1/3 1/6. 1/6 star 1/4 that is 1/6 minus 1/4 that is minus 1/12. Simplify that. 4 minus 6/12. 4 minus 6/12 minus 1/12. 1/6 minus 1/4. ഓക്കെ, മൈനസ് 1/12 എന്ന് കിട്ടും. ഇനി നേരെ തിരിച്ച് 1/2 സ്റ്റാർ ബ്രാക്കറ്റ് 1/3 സ്റ്റാർ 1/4. അത് ഇതേപോലെ സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്താൽ 5/12 എന്നാണ് കേട്ടോ. 5/12 ഇത് -1/12, ഇത് 5/12 ഈക്വൽ അല്ല.
A star B star C is equal to not equal to A star B star C. Therefore the operation is not associative. ഇത് എക്സാമ്പിളിന് എടുക്കണമെന്നില്ല, ഏത് എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം, കൗണ്ടർ എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ എ സ്റ്റാർ ബി സിക്കൽ എ മൈനസ് ബി ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്, നോട്ട് associative. Next problem. On Q, the operation star is defined as A star B is equal to A square plus B square. ഇവിടെ എല്ലാ ഓപ്പറേഷനും ഓൺ ക്യൂവിലാണ്, റാഷണൽ നമ്പേഴ്സിലാണ്. ഇപ്പോൾ നമ്പേഴ്സ് എല്ലാം ഫ്രാക്ഷൻ ആണെന്ന് വരിക, ഫ്രാക്ഷൻ ആയിട്ട് എടുക്കണം. ഫോർ എ ബി ബിലോങ്സ് ടു ക്യൂ, എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് സെയിം ആസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 1/2 1,2 ബിലോങ്സ് ടു ക്യൂ, ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് 1 + 4 5, 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 5. അവിടെ കൗണ്ടർ എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്താലും മതി, അല്ല ഇവിടെ ജനറലായിട്ടും നമുക്ക് ചെക്ക് ചെയ്യാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് സെയിം ആസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി ഇവിടെ ഫ്രാക്ഷൻ എടുത്താലും യു ഗെറ്റ് ഈക്വൽ. 1/2 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ ഈസ് സെയിം ആസ് 1/3 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ. ക്യൂ എന്ന് പറയുന്നത് റാഷണൽ ആണെങ്കിൽ ദിസ് 1 and 2 ആർ ഓൾസോ റാഷണൽ നമ്പർ, 1/1 2/1. അപ്പോൾ ഇവിടെ the property is not satisfied, therefore it is not commutative. ഇനി അസോസിയേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാൻ 3 എലമെൻ്റ് എടുക്കും. 1 2 3 ബിലോങ്സ് ടു ക്യൂ. വൺ സ്റ്റാർ 2 സ്റ്റാർ 3. 1 സ്റ്റാർ 2 എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, 1 + 4 star 3 that is 5 star 3 that is 5 square plus 3 square, 25 + 9 34 എന്നിട്ട് തിരിച്ച് 1 സ്റ്റാർ 2 സ്റ്റാർ 3 കണ്ടാൽ ഗെറ്റ് 170. ഇതേപോലെ ചെയ്താൽ 170 എന്നിട്ട് 34 170 നോട്ട് ഈക്വൽ. therefore the operation is not associative. ഇപ്പോൾ ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് associative. അടുത്ത എക്സാമ്പിൾ. ഓൺ ക്യൂ ദ ഓപ്പറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ബി. ഇവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് എ ബി ആണ്, അതായത് എ പ്ലസ് എയും ബി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് എനോട് ആഡ് ചെയ്യുന്നത്, എൻ്റെ കൂടെ എയും ബി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്, അതാണ് ഇവിടെ ഓപ്പറേഷൻ. ഇപ്പോൾ കൗണ്ടർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 1 2 ബിലോങ്സ് ടു ക്യൂ. 1 സ്റ്റാർ 2 എന്ന് പറയുന്നത് 1 + 1 × 2, അതായത് 1നോട് 1 × 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. 1 × 2 എന്ന് പറയുന്നത് 2, 1 + 2 3 ആണ്. 2 സ്റ്റാർ 1 എന്ന് പറയുന്നത് 2 + 2 × 1 ദാറ്റ് ഈസ് 2 + 2 4 നോട്ട് ഈക്വൽ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇനി 3 എലമെൻ്റ് എടുത്താൽ വി ക്യാൻ ചെക്ക് ദ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. 1 സ്റ്റാർ 2 സ്റ്റാർ 3 എന്ന് എടുക്കും. അപ്പോൾ 1 + 1 × 2 സ്റ്റാർ 3 that is 1 + 2 സ്റ്റാർ 3 that is 3 സ്റ്റാർ 3 that is 3 + 3 × 3 that is 3 + 9 = 12 എന്ന് കിട്ടും. പിന്നെ ഇവിടെ തിരിച്ച് ചെയ്താൽ 9 എന്ന് കിട്ടും. 1 സ്റ്റാർ 2 സ്റ്റാർ 3 ഇപ്പോൾ നോട്ട് ഈക്വൽ. ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. ഇപ്പോൾ ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് അല്ല, അസോസിയേറ്റീവ് അല്ല. അടുത്തത് ഓൺ ക്യൂ സ്റ്റാർ ഈസ് ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി സിക്കൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നതാണ് ഓപ്പറേഷൻ. എ ബി ബിലോങ്സ് ടു ക്യൂ, എ സ്റ്റാർ ബി സിക്കൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇപ്പോൾ ജനറലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാം. ബി സ്റ്റാർ എ എന്ന് പറയുന്നത് ബി മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് ബി മൈനസ് എ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ,
ദാറ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇവിടെ സ്ക്വയർ വേണം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ. Therefore A star B is equal to B star A. The operation is commutative. ആണെങ്കിൽ ഒരു കൗണ്ടർ എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്യാം. 1 2 ബിലോങ്സ് ടു Q. 1 മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 1 സ്ക്വയർ 1. 2 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ, ദാറ്റ് ഈസ് 1. അപ്പോൾ രണ്ടും ഈക്വലാണ്. കൗണ്ടർ എക്സാമ്പിൾ എടുത്തിട്ട് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം, ജനറലായിട്ടും ചെക്ക് ചെയ്യാം. ഇനി അസോസിയേറ്റ് 3 എലമെൻ്റ് എടുക്കുക. 1 2 3 എടുക്കുക. 1 star 2 star 3, that is 1 minus 2 whole square star 3, that is minus 1 whole square star 3, that is 1 star 3, that is 1 minus 3 whole square, that is minus 2 square 4 എന്നിട്ട്. ഇനി 1 star 2 star 3, 1 star 2 minus 3 whole square, that is 1 star 2 minus 3 എന്ന് പറയുന്നത് minus 1 whole square, that is 1 star 1, that is 1 minus 1 whole square, that is equal to 0. നേരത്തെ 4 എന്നിട്ട് ഇവിടെ 0 എന്നിട്ട്, നോട്ട് ഈക്വൽ. Therefore the operation is not associative. ഇപ്പോൾ ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റീവ്. അടുത്ത എക്സാമ്പിൾ. On Q, the operation star is defined as A star basically AB by 4. AB by 4. AB by 4 എന്നതാണ് ഇവിടെ ഓപ്പറേഷൻ. A into B divided by 4. സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. AB by 4, AB by 2, A star basically AB by 2. A star basically AB by 2 മുമ്പത്തെ ഒരു അസൈൻമെൻറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ എല്ലാം സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. AB by 4 ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുക. A star basically AB by 4. AB is equal to BA. BA by 4, that is B star A. B star A എന്ന് പറയുന്നത് BA by 4 ആണ്. AB and B are equal. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. AB is equal to BA. Therefore A star B is equal to B star A. A star B is equal to B star. Thus the operation is commutative. ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ആണ്. കൗണ്ടർ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കിവിടെ ചെയ്യാം. 1 2 കൊടുത്താൽ 1 into 2 by 4, 2 by 4 1 2. B star എന്ന് പറയുന്നത് 2 into 1 by 4, that is 2 by 4 1 by 2. രണ്ടും ഈക്വലാണ്. അപ്പോൾ ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി അസോസിയേറ്റ് ചെക്ക് ചെയ്യുക. അസോസിയേറ്റ് ചെക്ക് ചെയ്യാൻ 3 എലമെൻ്റ് എടുക്കുക. എ ബി സി, ദാറ്റ് ഈസ് എ ബി ബൈ 4 സ്റ്റാർ സി. ഇനി എ ബി ബൈ 4 സ്റ്റാർ സി എന്ന് പറയുന്നത് എ ബി ബൈ 4 ഒറ്റ എലമെൻ്റ് ആയിട്ട് എടുത്താൽ എ ബി ബൈ 4 ഇൻറ്റു സി ബൈ 4, ദാറ്റ് ഈസ് എ ബി സി ബൈ 4 ഇൻറ്റു 4 16, എ ബി സി ബൈ 16 എന്ന് കിട്ടും. ഇനി അതിൻ്റെ തിരിച്ച് റൈറ്റ് സൈഡ് എ സ്റ്റാർ ബി സ്റ്റാർ സി ഇതേപോലെ ചെയ്താൽ ദാറ്റ് ഈസ് ഓൾസോ എ ബി സി ബൈ 16. അപ്പോൾ രണ്ടും ഇവിടെ ഈക്വലാണ്. Therefore A star B star C is equal to A star B star C. Therefore it is associative. ഇപ്പോൾ ഇവിടെ ഈ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ്. Next example. On Q, star is defined as A star B is equal to AB square. A into B square. A star B എന്ന് പറയുന്നത് A into B ൻ്റെ സ്ക്വയർ. It can be observed that ഇവിടെ കൗണ്ടർ എക്സാമ്പിൾ എടുക്കുന്നു. 1/2 star 1/3. 1/2 into 1/3. അങ്ങനെ ഫ്രാക്ഷൻ തന്നെ എടുക്കണമെന്നില്ല, സാധാരണ നമ്പേഴ്സ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. എല്ലാം ഒരുപോലെ ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഫ്രാക്ഷൻ എടുത്തിട്ടും ചെയ്യുന്നത്. ഫ്രാക്ഷന് ഇപ്പോൾ 1/2 into 1/3 സ്ക്വയർ. 1/3 സ്ക്വയർ 1/9. 1/2 into 1/9 1/18. അങ്ങനെ തിരിച്ച്
1/3 into 1/2, that is 1/3 into 1/2 square, b square, 1/4. ഇത് ഗുണിച്ചാൽ 3 into 4, 12, 1/12, 1/18, 1/12 നോട്ട് ഈക്വൽ. അപ്പോൾ ഇവിടെ നോട്ട് കമ്മ്യൂട്ടേറ്റ്. അപ്പോൾ ഇവിടെ കമ്മ്യൂട്ടേറ്റ് അല്ല. ഇനി അസോസിയേറ്റ് ചെക്ക് ചെയ്യാം നമുക്ക്. 1/2, 1/3, 1/4 എന്ന എലിമെൻ്റ് എടുക്കുക. ഇവിടെ ഫ്രാക്ഷൻ എടുക്കണമെന്നില്ല, സാധാരണ നമ്പേഴ്സ് എടുത്തിട്ടും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാർട്ട് കണ്ടാൽ you get 1/288. സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതേപോലെ ചെയ്താൽ 1/288 കിട്ടും. അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് റൈറ്റ് സൈഡ് ചെയ്താൽ 1/4608 ഇങ്ങനെയാണ് കിട്ടും. രണ്ടും ഈക്വൽ അല്ല, നോട്ട് അസോസിയേറ്റീവ്. അപ്പോൾ ഇവിടെ അസോസിയേറ്റീവ് അല്ല. അവിടെ സിംപ്ലിഫൈ ചെയ്താൽ മതി, 3 വാല്യൂ എടുത്തിട്ട്, അല്ലെങ്കിൽ സാധാരണ നമ്പേഴ്സ് 2, 3, 4 എടുത്തിട്ട് ചെയ്താലും മതി. അല്ല 1/2, 1/3, 1/4 എടുക്കുക, ഫ്രാക്ഷൻ എടുക്കുക. അപ്പോൾ എല്ലാ നമ്പേഴ്സിനും അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ. ഇപ്പോൾ ഇവിടെ അസോസിയേറ്റീവ് അല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലിമെൻറ്റ് ഇല്ല എന്ന്. ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾസ് ഇല്ലേ, 9ാമത്തെ ക്വസ്റ്റ്യനിലെ 5 എക്സാമ്പിൾ, അതിനൊന്നും ഐഡൻറ്റിറ്റി ഇല്ല. അപ്പോൾ ഐഡൻറ്റിറ്റി ഉണ്ടാവണമെങ്കിൽ A* = A ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു ഇലമെൻറ്റും നമ്മൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിളൊന്നും ഉണ്ടാവില്ല. A* = A തന്നെ ആവുന്ന ഒരു എലിമെൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ആ ഒരു ഐഡൻറ്റിറ്റി എന്ന പ്രോപ്പർട്ടി ഇല്ല. നമ്മൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിളിനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നൺ ഓഫ് ദ 6 ഓപ്പറേഷൻ ഈസ് ഐഡൻറ്റിറ്റി. അപ്പോൾ മുമ്പേ പറഞ്ഞ ഒരു എക്സാമ്പിളിലും ഐഡൻറ്റിറ്റി എന്ന എലിമെൻറ്റ് ഉണ്ടാവില്ല. A* = A തന്നെയാണ്. A*B = A, അതേ എലിമെൻറ്റ് തന്നെ കിട്ടുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ മുമ്പേ പറഞ്ഞതിലില്ല. അപ്പോൾ മുമ്പേ പറഞ്ഞ ഓപ്പറേഷനിൽ ഐഡൻറ്റിറ്റി എലിമെൻറ്റ് ഇല്ല. 11ാമത്തെ ക്വസ്റ്റ്യൻ, അതും കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ്. ഓൾസോ ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി എലിമെൻറ്റ് ഫോർ ഓൺ എ ഇഫ് ഇനി ഉണ്ടെങ്കിൽ, ഐഡൻറ്റിറ്റി എലിമെൻറ്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. എല്ലാ ഓപ്പറേഷൻസിലും ഐഡൻറ്റിറ്റി എലിമെൻറ്റും അല്ലെങ്കിൽ ഇൻവേഴ്സ് എലിമെൻറ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് n×n നാച്ചുറൽ നമ്പറാണ്. സ്റ്റാർ എന്ന ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് AB*C. അവിടെ n×n ആയതുകൊണ്ട് അതിലെ എലമെൻ്റ് എല്ലാം പെയർ ആയിരിക്കും, ക്രോസ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ n×n ആണ് ഇവിടെ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ A*B എന്ന് പറയുന്നത് 2 പെയർ ആയിട്ടിരിക്കണം, AB*CD. ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് A+C B+D, അതായത് ഇതിലെ ഫസ്റ്റ് എലമെൻറ്റും ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ് ആഡ് ചെയ്യുക, ഇതിലെ രണ്ടാമത്തെ എലമെൻറ്റും ഇതിലെ രണ്ടാമത്തെ എലമെൻറ്റ് ആഡ് ചെയ്യുക. ഷോ ദാറ്റ് ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. A*B*CD എന്ന് പറയുന്നത് A+C B+D ആണ്. ഇനി CD*AB ആകുമ്പോൾ C+A D+B, അതായത് ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ് ആഡ് ചെയ്യുക, ഇതിലെ രണ്ടാമത്തെ എലമെൻറ്റ് ഡിയും ഇതിലെ രണ്ടാമത്തെ എലമെൻറ്റ് D+B. ഇപ്പോൾ C+A ദാറ്റ് ഈസ് സെയിം ആസ് A+C. അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് നമുക്കറിയാം. 2 എലമെൻറ്റ് ആഡ് ചെയ്താൽ അത് തിരിച്ച് ആഡ് ചെയ്താൽ സെയിം ആയിരിക്കും. 1 + 2 = 2 + 1. അതേപോലെ D+B എന്ന് പറയുന്നത് B+D, A+C B+D. ഇപ്പോൾ രണ്ടും ഈക്വലാണ്. ഇപ്പോൾ AB*CD = CD*AB. ഇപ്പോൾ ഇവിടെ ദ ഓപ്പറേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്.
It is commutative. Addition is commutative in the set of natural numbers. Therefore, it is commutative. ഇനി നമുക്ക് അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എ ബി സി ഡി ഇ എഫ് 3 എലമെൻ്റ് എടുക്കണം. അപ്പോൾ പെയറായിട്ട് എടുക്കണം. എ ബി സി ഡി ഇ എഫ്. എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ്, ദാറ്റ് ഈസ് എ പ്ലസ് സി ബി പ്ലസ് ഡി സ്റ്റാർ ഇ എഫ്. ഇനി ഈ ഓപ്പറേഷൻ എടുക്കുമ്പോൾ എന്ത് എഴുതണം? എ പ്ലസ് സി പ്ലസ് സി ബി പ്ലസ് ഡി പ്ലസ്, അതായത് ഇതിലെ ഫസ്റ്റ് എലമെൻ്റ് ഇതിലെ ഫസ്റ്റ് എലമെൻ്റ് ആഡ് ചെയ്തു, ഇതിലെ രണ്ടാമത്തെ എലമെൻ്റ് ബി പ്ലസ് ഡിയും ഇതിലെ രണ്ടാമത്തെ എലമെൻ്റ് ആഡ് ചെയ്തു, ബി പ്ലസ് ഡി പ്ലസ് എൻ. അപ്പം ഇങ്ങോട്ട് എ പ്ലസ് സി പ്ലസ് സി ബി പ്ലസ് ഡി പ്ലസ് എൻ, അതായത് 3 കോർഡിനേറ്റും ആഡ് ചെയ്തത്. ഇനി അതിൻ്റെ തിരിച്ച് എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ എ. അപ്പോൾ അത് ഈ ബ്രാക്കറ്റിനകത്ത് ചെയ്താൽ സി പ്ലസ് സി ഡി പ്ലസ് എൻ, ഇതിലെ ഫസ്റ്റ് എലമെൻ്റ് ഇതിലെ ഫസ്റ്റ് എലമെൻ്റ് ഇതിലെ രണ്ടാമത്തെ എലമെൻ്റ് ഇതിലെ രണ്ടാമത്തെ എലമെൻ്റ്. ഇനി ഇത് കണ്ടുപിടിച്ചാൽ എ പ്ലസ് സി പ്ലസ് സി ബി പ്ലസ് ഡി പ്ലസ് എൻ രണ്ടും ഈക്വലായിട്ട് കിട്ടും. Therefore, the operation is associative. ഇത് അസോസിയേറ്റീവ് ആണ്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. State whether the following statement are true or false. Justify. For an arbitrary binary operation on star n, a star is A equal to for A belongs to n. A star A equal to A for all A belongs to n. Star is commutative binary operation on n. A star B star is equal to C star B star. രണ്ട് പ്രോപ്പർട്ടി ശരി ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ എ സ്റ്റാർ ബി ഇസിക്കൽ ടു എ പ്ലസ് ബി, ഒരു എക്സാമ്പിൾ എടുക്കുക. എ പ്ലസ് ബി ഫോർ എ ബി ബിലോങ്സ് ബി ഈക്വൽ ടു എ ഈക്വൽ ടു 3 എന്നെടുത്താൽ എയും ബിയും 3 എന്നെടുത്താൽ 3 പ്ലസ് 3 സ്റ്റാർ 3 എന്ന് പറയുന്നത് 3 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 3. അപ്പോൾ എല്ലാ കേസിലും എ സ്റ്റാർ എ ഈക്വൽ എ തന്നെ ആവണമെന്നില്ല. ഇതാണ് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ. എ സ്റ്റാർ എ ഈക്വൽ എ കിട്ടുമോ? ഏതൊരു ബൈനറി ഓപ്പറേഷൻ എടുത്താലും എ സ്റ്റാർ എ ഈക്വൽ ടു എ തന്നെ കിട്ടുമോ എൻ എന്ന നാച്ചുറൽ നമ്പർ സെറ്റിൽ, അതാണ് നമ്മൾ ചെക്ക്. ഇതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിൾ എടുത്ത് എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി എന്നെടുത്ത് ഏത് എക്സാമ്പിൾ വേണമെന്ന് നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ എ പ്ലസ് ബി എന്നെടുക്കാം. ഇനി എ സ്റ്റാർ എ ഈക്വൽ ടു 3 എന്നെടുക്കും. അപ്പോൾ 3 സ്റ്റാർ 3 എന്ന് പറയുന്നത് 3 പ്ലസ് 3 ആയിരിക്കും, ദാറ്റ് ഈസ് 6 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 3. Therefore A star A not equal to A. Therefore the statement is false. അത് false ആണ്. ഇനി രണ്ടാമത്തെ, സ്റ്റാർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണ്. then A star B star is equal to C star B star A. C star B star A that is B star C star A commutative ആണ്. C star B is equal to B star C. Therefore star is commutative. ഇനി വീണ്ടും അത് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് എ സ്റ്റാർ ബി സ്റ്റാർ സി, എ സ്റ്റാർ ബി സ്റ്റാർ സി നേരെ തിരിച്ച് എഴുതാം. Therefore സി സ്റ്റാർ ബി സ്റ്റാർ ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷൻ ഓൺ എൻ ആണെങ്കിൽ, എന്നിലെ കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷൻ ആണെങ്കിൽ അത് എ സ്റ്റാർ ഈ പ്രോപ്പർട്ടി, അതായത് എ സ്റ്റാർ ബി star C is equal to C star B star A. Therefore the statement is true. അടുത്ത എക്സാമ്പിൾ 13ാമത്തെ. Consider the binary operation on n defined as A star B is equal to A square plus A cube plus B cube. ഇവിടെ ബൈനറി ഓപ്പറേഷൻ A cube plus B cube ആണ്.
ചൂസ് ദ കറക്റ്റ് ആൻസർ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർ ഈസ് ബോത്ത് അസോസിയേറ്റീവ് ആൻഡ് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ബട്ട് നോട്ട് അസോസിയേറ്റീവ്. സ്റ്റാർ ഈസ് അസോസിയേറ്റീവ് ബട്ട് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ ഈസ് നെയ്തർ കമ്മ്യൂട്ടേറ്റീവ് നോർ അസോസിയേറ്റീവ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണ്. ദാറ്റ് ഈസ് സെയിം ആസ് ബി ക്യൂബ് പ്ലസ് എ ക്യൂബ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു ബി ക്യൂബ് പ്ലസ് എ ക്യൂബ്. അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു ബി ക്യൂബ് പ്ലസ്, അവിടെ തിരിച്ചാണ് വേണ്ടത്, ബി ക്യൂബ് പ്ലസ് എ ക്യൂബ് എന്ന് ചേഞ്ച് ചെയ്യണം. ബി ക്യൂബ് പ്ലസ് എ ക്യൂബ്, ദാറ്റ് ഈസ് ബി സ്റ്റാർ എ. സിൻസ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, therefore the operation is commutative. അപ്പോൾ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇപ്പോൾ രണ്ട് എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്താൽ മതി. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ്, ദാറ്റ് ഈസ് 1 പ്ലസ് 8 9. 2 ക്യൂബ് പ്ലസ് 1 ക്യൂബ്, ദാറ്റ് ഈസ് 8 പ്ലസ് 1 9. രണ്ട് ഈക്വൽ ആയിരിക്കും. ഇനി അസോസിയേറ്റ് 3 എലമെൻ്റ് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഈക്വൽ അല്ല. ആദ്യത്തത് 756 എന്നിട്ടും രണ്ടാമത്തത് 42 876 എന്നിട്ടും ഈക്വൽ അല്ല. അപ്പോൾ നോട്ട് അസോസിയേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് അല്ല. അപ്പോൾ ബി കമ്മ്യൂട്ടേറ്റീവ് ബട്ട് നോട്ട് അസോസിയേറ്റീവ്. ഇതാണ് അതിൻ്റെ ആൻസർ. ഇപ്പോൾ ഇത്രയാണ് ഈ സെക്ഷനിൽ പറയാനുള്ളത്. താങ്ക് യു.